ഇന്നൊരാളെന്നോട് ചോദിച്ചതേ ഉള്ളൂ, ഈ അടുത്ത ദിവസങ്ങളിലായി ഡ്രൈ കോഫിക്ക് ഭയങ്കര ഡിമാൻഡാണ്, അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെയും. ഒരുപാട് പേർ ഈ ഡ്രൈ കോഫി കുടിക്കുന്നത് തുടങ്ങിയിരിക്കുന്നത്രേ. കുറച്ച് നാളുകളായി ചക്കയ്ക്കൊരു പ്രാധാന്യം വന്നിട്ട്, എന്ന് പറഞ്ഞാൽ ചക്ക എന്തോ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അതിസമ്പന്നമായ സംഗതിയാണെന്നറിഞ്ഞ് അതിൻ്റെ ചക്ക വ്യവസായവും അതിൻ്റെ കച്ചവടവും അത് കഴിക്കുന്നവരുടെ എണ്ണവുമൊക്കെ ഗണ്യമായി കൂടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ സമീപ ഭൂതകാലത്ത് ഈ മത്തിയുടെയും അയിലയുടെയും ഒക്കെ പ്രാധാന്യം അതും വർദ്ധിച്ച് മത്തിയൊന്നും മാർക്കറ്റിൽ കിട്ടാൻ കഴിയാത്ത സ്ഥിതിയിലേക്കെത്തി എന്ന് കേൾക്കാറുണ്ട്. കാരണം അതിൻ്റെ കണ്ടൻറ്റ് എന്തോ സവിശേഷമായ ആരോഗ്യപരമായ ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം വന്നതോടുകൂടി അങ്ങനെയൊരു ഗുണമെത്തി. എന്നാൽ എപ്പോഴും മാർക്കറ്റ് കുറയാതെ കഴിഞ്ഞ 5 വർഷമായി കേരള വിപണിയിൽ ലഭിക്കുന്ന ഒരു രുചികരമായ സംഗതിയാണ് ഈ മുസ്ലിം നാമധാരികൾ, ആ പേരുകാർ. അത്തരം പേരുകാർ വന്നാൽ ഉടൻ തന്നെ വളരെ സവിശേഷമായ രീതിയിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും അതിൻ്റെ ആരവം അങ്ങ് ഉയരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ UDF അധികാരത്തിലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏകോപിച്ചുള്ള, അതായത് ഒരുമിച്ച് റിവായത്ത് ചെയ്ത ഒരു പത്രസമ്മേളനങ്ങൾ ക്ലിപ്പായി ഉണ്ട്. അതിലൊരു പത്രസമ്മേളനത്തിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി പറയുന്നു, ഡെപ്യൂട്ടി മുഖ്യമന്ത്രി വരും, പിന്നെ 6 മന്ത്രിമാർ വരും. ഭരണം വന്നില്ല, അതിനു മുമ്പേ പറയുകയാണ്. ഉടൻ തന്നെ നമ്മുടെ വിജയരാഘവനുണ്ടല്ലോ, നമ്മുടെ ബിന്ദു മാഡത്തിൻ്റെ ഭർത്താവ്, PB അംഗം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നു. ഇതുപോലെ തന്നെ മുസ്ലിം ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും അത് പിടിച്ചെടുക്കുന്നതും കഴിഞ്ഞ തവണ 5 പിടിച്ചെടുത്തതും ഒക്കെ ഇവർക്കാർക്കും ഭരണത്തകർച്ചയോ ഭരണ നേട്ടങ്ങളോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചോ ഒന്നുമല്ല അഭിപ്രായമുള്ളത്. ഇതുപോലെ തന്നെ ഒരുപോലെ ഏകോപിച്ച് അഭിപ്രായം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സംഗതികളാണ്. 1 ഷാഫി പറമ്പിൽ, 2 മുഹമ്മദ് റിയാസ്. തൽക്കാലം ഏത് പാർട്ടിയിലായാലും അതുണ്ട്. മുഹമ്മദ് റിയാസിനെ ഈ പറഞ്ഞതുപോലെ പലരും പലയിടങ്ങളിലും എഴുതി പറ്റിക്കുന്നത് സുഡാപ്പി ലേബലിലും മരുമോനും ഒക്കെയാണ്. എന്നാൽ അയാൾ മരുമോനാകുന്നതിന് മുമ്പ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവികളൊക്കെ വഹിച്ചിരുന്ന ഒരാളാണ്. എന്നാൽ ഇതിനേക്കാൾ അതിരൂക്ഷമായിട്ടാണ് ഷാഫി പറമ്പിലിനെ മാർക്ക് ചെയ്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ മലബാർ മേഖലയിൽ അതിശക്തമായ ജനവിധി ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസത്തെ കോഴിക്കോട് ജില്ലയുടെ ഒരു അവലോകനം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത് 4 സീറ്റിലാണ് LDF പ്രതീക്ഷയെന്നാണ് പറയുന്നത്. 13-ൽ 4 മാത്രം. ഓർക്കേണ്ടത്, കോഴിക്കോട് ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചിട്ട് 1/4 നൂറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ടാവും. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 1 സീറ്റോ മറ്റോ ആണ് UDFന് ആ ജില്ല മൊത്തം കിട്ടുന്നത്. ആ സ്ഥാനത്താണ് LDFന് വെറും 4 സീറ്റാണ് പൂർണ്ണ സാധ്യത എന്ന് പറയുന്നത്. ബാക്കി കുറേ മത്സരങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. ആ 4-ൽ തന്നെ ഒന്നൊഴികെയുള്ളതെല്ലാം UDFകാരും അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ ട്രെൻഡ്? അപ്പോൾ അതിനെയെല്ലാം ചാക്കിൽ കെട്ടാൻ വേണ്ടി ഇവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ് ഷാഫി പറമ്പിൽ എന്ന പേരും ഷാഫി പറമ്പിലിൻ്റെ ജാതിയും. KSU കാലം മുതൽ ഉമ്മൻചാണ്ടിയുടെ ഒരു വാത്സല്യത്തിൽ, സംരക്ഷണയിൽ, രാഷ്ട്രീയ പിന്തുണയിൽ വളർന്നു വന്ന, എല്ലാവരുടെയും കൺമുന്നിലൂടെ വളർന്നു വന്ന, തുടർച്ചയായി പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ BJPയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്ന, അതിന് എല്ലാ മനുഷ്യരുടെയും, ആ മണ്ഡലത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പിന്തുണയോടെ ജയിക്കുന്ന, അവിടെ സവർണ വിഭാഗത്തിൽ വരുന്ന ഒരുപാട് ഹൈന്ദവ കുടുംബങ്ങളൊക്കെ അടങ്ങുന്നൊരു മണ്ഡലമാണ്. കൽപ്പാത്തിയുടെ ഒക്കെ ഒരു ജില്ലയാണ്. അവിടെയാണ് ഷാഫി പറമ്പിൽ ജയിച്ചതെങ്കിലും വടകരയിലേക്ക് മാറി ടീച്ചറമ്മയെ തോൽപ്പിച്ചതോടുകൂടി ആ നറേറ്റീവിന് മുഴുവൻ സംഗതികളും ചെയ്തു കൊടുക്കുന്നത് മപ്ലാവുകളാണ്. ഇപ്പോഴും ഷാഫിയുടെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് എഴുതുന്നത് മപ്ലാവുകളാണ്. അത് മപ്ലാവുകളുടെ, പ്രത്യേകിച്ച് ആ ഗണത്തിൽ വരുന്നവരുടെ എല്ലാം ഒരു തലയിലെഴുത്ത് അങ്ങനെയാണ്. ഏതായാലും അതിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഒന്ന് കേൾക്കാമത്. KSU കൊടി പിടിച്ച് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിലൂടെ തന്നെയാണ് ഞാൻ പൊതുപ്രവർത്തനം നടത്തിയത്. ഞാൻ ഇവിടെ ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരാളല്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൂടെ ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരാളല്ല. ഞാൻ 2002 മുതൽ ഇപ്പം ഏതാണ്ട് 24 വർഷത്തോളമായിട്ട് KSU പ്രവർത്തനം തുടങ്ങി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അപ്പൊ അർഹിക്കുന്ന ആളുകൾക്കും അർഹിക്കുന്ന കാര്യങ്ങൾ
അതിന്റെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറയുന്ന പ്രചരണങ്ങൾ അത് എന്നെ സംബന്ധിച്ച് നടത്തുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയും. ഞാൻ ഈ പത്രസമ്മേളനത്തിൽ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, UDF ജയിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിലോ ഒരു മതത്തിന്റെ പേരിലോ ഏതെങ്കിലും കമ്പാർട്ട്മെന്റുകളുടെ പേരിലോ ആയിരിക്കില്ല. കേരളം ഒന്നടങ്കം പിന്തുണക്കുന്നതിന്റെ പേരിലായിരിക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരാൻ പോകുന്നത്. അതിന്റെ തിളക്കം കുറക്കാനോ ആ ജനങ്ങളുടെ പിന്തുണയെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ ട്രെൻഡുകളിലേക്ക് ഒതുക്കാനോ ശ്രമിക്കുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിഭാഗീയതയുടെ വക്താക്കൾ. അതിന് ഒരു കാലത്തുമില്ലാത്ത വിധത്തിൽ CPM എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതിനും കൂടെ എതിരായിട്ടായിരിക്കും ഈ ജനവിധി വരുന്നത്. എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടായിരിക്കും UDF ജയിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്യുമ്പോൾ ജയിക്കുന്നത് UDF മാത്രമായിരിക്കുമെന്ന് നമുക്കറിയാം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, എല്ലാ വോട്ടുകളിലെയും ജനങ്ങളുടെ ഏകീകരണം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ വോട്ടർമാർക്കിടയിലെ ജനങ്ങളുടെ ഏകീകരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാ ജില്ലയും പരിശോധിക്കുമ്പോൾ, റിസൾട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. എല്ലാ ജില്ലകളിലും എല്ലാ വിഭാഗങ്ങളിലും പൊതുസമൂഹത്തിന്റെ വിവിധ മേഖലകളിലും നിൽക്കുന്ന എല്ലാവരെയും അവരുടെ ആസ്പിറേഷൻസിനെ അഡ്രസ് ചെയ്യാൻ UDFന് സാധിച്ചിട്ടുണ്ട്. ചോദിച്ചത് ആൻഡ്രൂ അഗസ്റ്റിൻ മുതലാളിയുടെ റിപ്പോർട്ടർ ചാനലാണ്. അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ അർഹിക്കുന്നവർക്കും അർഹിക്കുന്ന ചോദ്യത്തിനുമേ ഉത്തരം നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്ന നറേറ്റീവ് ഇതാണ്: UDF അധികാരത്തിൽ വന്നാൽ അത് കടുത്ത വർഗീയ ധ്രുവീകരണം നടന്നു. ജമാഅത്ത് ഇസ്ലാമിയും മറ്റുള്ളവരുമൊക്കെ കടുത്ത വർഗീയ ധ്രുവീകരണം നടത്തി. ക്രിസ്ത്യൻ സംഘടനകളെ സംബന്ധിച്ചോ ആ വോട്ടിനെക്കുറിച്ചും വലിയ പരാമർശം വരില്ല. ആ ധ്രുവീകരണത്തിന് നേതൃത്വം നൽകിയത് ഷാഫി പറമ്പിലിൻ്റെ ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ വലിയ അപകടകാരിയാണ് എന്ന് ആരെക്കൊണ്ട് പറയിക്കും? നമ്മുടെ എളമരം കരീമുക്ക മുതൽ റഹീം മുതലുള്ള ആളുകളെ കൊണ്ടും പറയിക്കുകയും മപ്ലാവുകളെ കൊണ്ട് കമൻ്റ് ഇടിയിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്ന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ആ UDF സർക്കാരാണ് വരുന്നതെങ്കിൽ പിന്നെ ഈ ലീഗ് മന്ത്രിമാരുടെ വകുപ്പും അതിലെ പ്രവർത്തനങ്ങളും അവരിട്ടുകൊണ്ട് വരുന്ന ഉടുപ്പും അവരുടെ കാലേ കിടക്കുന്ന ചെരുപ്പിൻ്റെ നിറവുമൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു കടുത്ത ആ വിചാരണയ്ക്ക് രണ്ട് കക്ഷികളും മുൻതൂക്കം കൊടുക്കുന്ന ഒരു കാലം കൂടിയാവും വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ വ്യത്യസ്തമായൊരു ഫേസ്.